കുളിച്ച് ചന്ദനക്കുറിയും ചാർത്തി വീരാളി പട്ടുടുത്ത് മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം. അയ്യോ വേണ്ട, എനിക്കങ്ങ് കാരാമെ പിടിക്കാൻ പോണം. പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ്. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെ കൊല്ല കരയല്ലേ? നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബ്ദം കേട്ടില്ലേ? ഇന്നേക്ക് 101-ാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന്. ആ വരും, കുളിക്കും. തോണിമാരെ, എണ്ണയും താളിയും എടുത്തു വെക്കും. ഉത്തരവ് പോകൻ. ഇവിടെ നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, ചീകി ഒതുക്കിയാൽ മീനൊത്ത മുടിയഴക്, മുല്ലപ്പൂ പോലുള്ള പല്ല്. തോഴിമാരെ, കുളിച്ച് 7 നാളായി കാണും. ചേർ കട്ട പിടിച്ചിരിപ്പുണ്ട്. എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം. ശരി, വരൂ. അമ്പോ, അതാ നോക്കി. ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാരപ്പിള്ളേരെന്നെ കളിയാക്കണമേ. ഉറപ്പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും. അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തെ കാണിക്കാം. മോനെ അബു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങളെ നാട് കിടക്കിയ മൂതൻ. പറയണേനും ചെയ്യണേനും ഒരു അതിരും. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്നു പോയി. എന്തുമാത്രം ചേറായിരുന്നു ദേഹത്ത്. അല്ലേ പെണ്ണ്? അതെ അതെ, കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു ബലമായിരുന്നു. ആ, ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും. അയ്യോ അയ്യോ, ആളിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആഹാ, ഇവിടെയുണ്ടോ? വരേ. ആ, ഇവിടെ ഇരിക്കും. അയ്യോ ഇരിക്കണ്ട, എനിക്ക് തേവള്ളിക്കാട്ടിൽ മരം വെട്ടാൻ പോണ. കാലത്ത് പഴങ്കഞ്ഞിയും കുട്ടിച്ചോണ്ടിങ്ങി വരാം. എവിടെയും പോണ്ട. അക്ഷാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസമൊന്നും വേണ്ട. പയറ്റ് പഠിക്കണ്ടേ? ആ, പയറ്റ് പഠിക്കണം. മലയിലൊരു മഞ്ഞത്തിലെ പാട്ട് പാടുന്നു. പാട്ടു കേട്ടു കുരുവി കുട്ടൻ തളമടിച്ചല്ലോ. തന്നനെ തന്നാനെ തന്നല്ല തന്നാനെ. കൊള്ളാം. ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാതെ മുൻപിലേക്ക് ചെല്ലണം. വെല്ലുപിടിക്കണം. ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പോന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ, തൊപ്പോന്ന് താഴെ വീഴും. മോളെ ഇല്ല പോണില്ല. വേണ്ട പിച്ചി, വേണ്ട. ഇനി എന്നെ ഇങ്ങനെ കുരങ്ങി എളുപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്.
അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പെന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. മതി. ആ മരം വെട്ടിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്. വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷിണ എന്റെ കയ്യിൽ തരും. 2 കൈ കൊണ്ട് തരും. തൊഴിൻ ഇരിക്കാൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? കുരു. ഗുരുവല്ല, ഗുരു. കുരു കുരു ഗുരു ഗുരു കുരു കുരു ഗുരു. ഗുരു. ആ, അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ. 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 ഈ ഗുരുശിക്ഷ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം. ഹരി. അരി. അല്ല, അരി. ഹരി. ഹരി. ആ, ശ്രീ. സ്ത്രീ. ശ്രീ. 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 ഗണപതായേ നമഃ. ഗണപതി നാമ. ഗണപതായേ നമഃ. ഗണപതായേ നമഃ. പൊറുക്കണം കുട്ടിയമ്മ. നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട. ചന്തുവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാവുകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി. പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തരി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോളാമ്പിക്കുള്ള ഏറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. ഞാൻ കൊല്ല്, എന്നെ കൊല്ല്, കൊല്ല. ഇറങ്ങി പോവന്റെ മുമ്പിൽ. പോകാം, പോകാം. എടി അമുക്കളെ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പടച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ ആയിരിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയാലോ? ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ പോകും, ഞമ്മക്ക് ഇഷ്ടമുള്ളപ്പോ കാര്യം നിങ്ങൾ പോകുമല്ലേ? നമ്മുടെ മുഖത്തല്ലാതെ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയാൽ എല്ലാത്തിനും ഞാൻ മയ്യത്താക്കളെ. ഇല്ല, ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരം വെട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തൂട്ടി. നമ്മൾ എങ്ങനെ ക്ഷമിക്കും? കരച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കിടന്നതും പോയി. പടച്ചോനെ, നമ്മുടെ മുഖീന്ന് കെട്ടിയോളുമകളുടെ മണവും പോയി. ഒന്ന് വീശിത്തര ഒരു പെണ്ണിന്റെ പൊടിയുണ്ട്. ഗുരുവായൂരപ്പ, നിങ്ങൾ പടനയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവനെ വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവകരെ തേടി. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞങ്ങളും പരുത്ത് കേട്ടിരിക്കണു ഓനെ പറ്റി. എന്നാൽ നമുക്ക് പുറപ്പെടാം.
പൊന്നോപന മോൻ ആരോമക്ഷേകവര് പോയി. എന്റെ അരുമോൾ ഉള്ളിയാർച്ചയും പോയി. കുത്തൂലം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാലമേ എന്നെ ഉയിരോടെ ഇട്ടിരിക്കുന്നു. എന്താണ് സാർ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപ്പനുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല സാർ. ആ, എന്താ ചെയ്യുക? ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ, അവന്റെ മുറപ്പെണ്ണെന്തിയെ കുഞ്ഞിദേവി? അവൾ അവനെയും കാത്ത് പഠിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ, അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പനൊന്ന് തമ്പുരാൻ വരികയാന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ 100 നാഴിക അകലെന്ന കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്. ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പങ്ങളായിരിക്കും. അല്ല, മുറപ്പെണ്ണ്. പേര് കുഞ്ഞിദേവി, ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ. നമസ്കാരം. നമസ്കാരം. കുഞ്ഞിദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. തച്ചോളി കുഞ്ഞി ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവിനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം. പൊങ്ങൻ ചെട്ടിയാർ. ഞമ്മളാണ് വളപട്ടണം മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചുതലിക്കാരി ഉമ്മിണി. ആ, അടിച്ചുകളിക്കാരിയാണേലും ഉമ്പിളിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പനുണ്ണി തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പൻ ചേകവൻ. എന്റെ മകൻ ആറോമോൻ ചേകവരുടെ മകനാണ് അണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴി പണം കൊണ്ടുവന്നിരിക്കണം. ഇല്ല, എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കില്ല. അയക്കണ്ട, ഞാൻ വരാം അംഗത്തിന്. അംഗക്കിഴി പണം ഒടിക്കും. മുത്തശ്ശൻ എന്തിനാ പോകുന്നത്? ഞാൻ പോകാം അംഗത്തിന്. എന്റെ അമ്മ ഉണ്ണിയാർച്ച നനമുണ്ട് കൊണ്ട് നാദാപുരത്തങ്ങാടി പൊടി തൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുദേവി, നിർത്തൂ. അംഗം കളരിയിൽ ഇപ്പോഴും ചോരക്കച്ച ഉണങ്ങാതിരിക്കുന്നു. കണ്ണു നനയാതെ പായ്ത്തലക്കൽ ഇന്നും പോകാനൊക്കില്ല. നിങ്ങൾ വിഷമിക്കണ്ട. കണ്ണപ്പനുണ്ണി വരട്ടെ, ഞാൻ അവരെ അംഗത്തിനയക്കാം.